ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ലക്ഷ്മി നഗറിലാണ്, ഡൽഹി. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്, തമിഴ്നാട് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കും. ലക്ഷ്മി നഗറിലാണ്. കൊള്ളാം, നല്ല ഫുഡാണ്. ഇപ്പോൾ ലക്ഷ്മി നഗറിലാണ്. ലക്ഷ്മി നഗറിൽ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അവിടെ ദോശയും ഇതൊക്കെ കിട്ടും. ലക്ഷ്മി നഗർ മെട്രോ സ്റ്റേഷൻ്റെ നേരെ താഴെ. ഇവിടുന്ന് തന്നെ റൂമിലേക്ക് പോവുകയാണ്. ഇതുപോലൊരു ഫേക്ക്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. വെറും ഫേക്കാണ്. മേക്ക് മൈ ട്രിപ്പിൽ ഇവിടെ ബുക്ക് ചെയ്തതാണ്. ആകെപ്പെട്ടു ഒരവസ്ഥ. ഹോട്ടൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ ലൊക്കേഷൻ നോക്കിയിട്ടൊന്നും കാണാനൊന്നുമില്ല. ലൊക്കേഷൻ വേറെ എവിടെ വന്ന് നിൽക്കുന്നു. എന്നാൽ അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവരെ വിളിക്കുമ്പോൾ PNR നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഹോട്ടലൊന്നും കണ്ടില്ല. പിന്നെ വേറെ ഒരു ഹോസ്റ്റലിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ലക്ഷ്മി നഗർ മെട്രോ സ്റ്റേഷൻ്റെ താഴ്ഭാഗമാണ്. വണ്ടി സർവീസിന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഭയങ്കര മഴ ഇവിടെ. ഇനി എന്താവുമെന്ന് അറിയില്ല. വേറെ നിലയിൽ കൊടുക്കണം. ബുക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ്. ഇപ്പോൾ വല്ലാത്തൊരു ക്ലൈമറ്റാണ് ഡൽഹിയിൽ. ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ അവസ്ഥയാണ്. ഫുള്ള് വെള്ളം കെട്ടിയിരിക്കുക. മൊത്തം അടിത്തെറിപ്പിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകണത് വെള്ളം. മൊത്തം ആണ് വല്ലാത്തൊരവസ്ഥയിൽ. അതത്ര ബൈക്ക് സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നത് KTMൻ്റെ ഷോറൂം ഡൽഹിയിലാണ്. മാനേജർ അന്തര വണ്ടിയുടെ സർവീസ് കൊടുക്കാൻ. സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുള്ളിയാണ് മാനേജർ. RC दे दीजिए। RC बुक RC DG का है, कोई बात नहीं है। गाड़ी कितना किलोमीटर रन हो गई है सर? अभी 7,369.
सेकंड सर्विस में क्या क्या करते हैं? तो सर्विस सेकंड सर्विस में आपकी सर्विस होगी, इंजन ऑयल होगा, चेन क्लीनिंग, ऑयल फिल्टर, कंज्यूमर चार्ज, रोटिंग और टोटल बॉडी क्लीनिंग। ठीक है सर। इसके अलावा अगर आपका एयर फिल्टर वगैरह चेक कर लेगा, अगर रिक्वायरमेंट होगी तो चेंज होगा, रिक्वायरमेंट। ठीक है सर। और ये ब्रेक सभी चेक करेगा ना? ब्रेक यानी कि आगे के ब्रेक ठीक है। मैं उधर से लेके आ रहा हूँ केरला से। ये लो, आपके पीछे के ब्रेक पे भी ठीक है, आगे के ब्रेक पे ठीक है, अभी चलेंगे। हाँ ठीक है ना, अभी है इसमें। സർവീസ് സെൻ്ററിലാവും നമ്മൾ വെയിറ്റ് ചെയ്യും. चालू कैमरा हो गया मेरा. ഇവിടെ സർവീസിന് കൊടുത്ത്, പക്ഷേ എനിക്കത്ര തൃപ്തിയില്ല വണ്ടി സർവീസിന് കൊടുത്തിട്ട്. ഇവിടെ വളരെ മോശം അഭിപ്രായം KTMൻ്റെ. തിരുവനന്തപുരത്ത് കൊടുത്തപ്പോൾ നല്ല സർവീസായിരുന്നു, പക്ഷെ ഇവിടെ പോരാ. വാട്ടർ സർവീസും നേരെ ചെയ്തിട്ടില്ല. അമ്മമാർ 3000 സംതിങ് രൂപയോ. ഡൽഹിയിലാണ്. വാട്ടർ സർവീസിന് സെപ്പറേറ്റ് എല്ലാം കൊടുക്കേണ്ടി വരും, പുറത്തുമല്ല ഹോം വാഷിന്. ഗുഡ്സ് ട്രെയിന് പോകുന്നതാണ്. ബൈക്കായതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ടിരിക്കും. ഭയങ്കര ബ്ലോക്കായില്ല, ഡൽഹിയിൽ കണ്ടോണ്ടില്ല. സെക്കൻഡ് സർവീസ് ഞാൻ പറഞ്ഞ അവന്മാരെടുത്ത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡാണ്, പക്ഷെ അത് മാറ്റിയിട്ടില്ല അവന്മാർ. അതൊന്നും അവർ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. അല്ലാത്ത അവസ്ഥയാണ് ഇവിടെ വന്ന് സർവീസിന് കൊടുക്കുന്നത്. അതുമല്ല ഇവിടെ അവന്മാർ ലേബർ ചാർജ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറ്റേതിൽ ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ അവർ ലേബർ ചാർജ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞ് ഇതുപോലെ KTMൻ്റെ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസിലൊന്നും ലേബർ ചാർജ് വരില്ല. ഈ സർവീസ് മൊത്തം കഴിഞ്ഞതിന് ശേഷം, അതായത് കമ്പനി സർവീസ് അവർ പറയണ സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്.
ഇതൊട്ടും വിചാരിച്ചിട്ട്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലാണ്. രാഷ്ട്രപതി ഭവനിലോട്ടാണ് പോകുന്നത്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യും. അവിടെ ക്യാമറ അലൗഡ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രപതി ഭവനിലെ കാഴ്ചകളാണ്. രാഷ്ട്രപതി ഭവൻ്റെ അകത്ത് കാണാൻ ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് വേൾഡ് പോലെയാണ്. നമ്മൾ പറഞ്ഞു തരാൻ പറ്റൂല, അത് പ്രത്യേക ഒരു കാഴ്ചയാണ്. വന്ന് തന്നെ കണ്ടേയാവാം. ഇതിപ്പോൾ കാണുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥലത്താണ്. ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത സ്ഥലത്താണ്. ഇതിനകമൊക്കെ കാണാൻ പറ്റി. എടാ മറ്റേ പാസ് എൻ്റെ ഇരിക്കുന്നു, റിട്ടേൺ ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ശരി. एग्जिट इधर से है। हाँ बाहर इधर से जा सकते हैं। हाँ ठीक है।
क्या एवरेज देती है ये? हाँ सर, क्या एवरेज देती है? ये 35। 35 कितने की है? 4 लाख के ऊपर हो गया। केरला में बहुत महंगा पड़ता है ये सब। और यहाँ भी तो यहाँ इतना महंगा नहीं है, यहाँ 3 लाख में हो जाएगा। इससे बढ़िया बुलेट लेते तुम यार। नहीं क्या करते हैं? इससे मज़ा आता है। इसमें 6 गियर है और आप कार में कैसे जाता है उससे भी ज़्यादा प्रेफरेंस इसमें है। अच्छा, मतलब स्किड नहीं हो जाएगा आपको, इसमें मैप वगैरह दिखेगा और म्यूज़िक काटना है तो इसमें ही मिलेगा। बैलेंस? हाँ, बैलेंस भी अच्छा है ये। गियर पे जल्दी से गिर नहीं सकता है। बैलेंस अच्छा आप है। ये मतलब वो जो बाइक पर घूमने के लिए जाते दूर तो उस टीम में है क्या? अभी केरला से है। लेट हो गया यार। 4 से 11 है। 4 से 11 लेट हो कहाँ गया। है? जाम बहुत है मेरी 37 पे। 38 पे बैठूं क्या एक बार? हाँ, बैठ लो, आप ट्राई कर लो सर, ट्राई नहीं करूँगा। कोई दिक्कत नहीं, कोई दिक्कत नहीं। भाई ऊंची भी है। अभी आप इधर घूमते घूमते आए हैं या फिर कैसे केरला से इधर कैसे? हाँ, मैं घूमते घूमते आया। मैं पहले ऊटी गया था, ऊटी जाके वापस घर जाने के लिए सोच रहा था। फिर मैंने सोचा ठीक है जाके मुंबई देखते हैं कैसा है। ऐसे मुंबई आ गया तो मेरा एक दोस्त मुंबई में है, उसको देख के मैं वापस वो भुज है ना, भुज के पास वो कोस्ट गार्ड में, वो इधर आ गया। वो उधर आ गया तो ये बोल रहा है कि तू इधर आ, इधर मैं काम कर रहा है। मेरा भाई वो एयरफोर्स में है अभी, तो एडीसी है। इसलिए मैंने देख ठीक है इधर आके क्या है देख सकते। मैंने सोचा भी नहीं है वो अंदर है। कैमरा तो नहीं चल रहा आपका अभी? हाँ कैमरा चल रहा है जी? हाँ, ये चल रहा है। रिकॉर्डिंग हो रही है हमारी? हाँ, अरे यार, कोई दिक्कत नहीं है सर। आप यूट्यूब पर डालोगे? हाँ, कैसा लगा? कैसा लगा? है तो बढ़िया बाइक। नहीं, चलने में कोई दिक्कत है? मज़ा है क्या? पानी टपक रहा है क्या? टपक रहा है? ये पानी टपक रहा है? क्या है सर? ये पानी पानी। बढ़िया बाइक है। ठीक है। मैं बैलेंस बड़ा तगड़ा है इसका। हाँ हाँ सर, इसमें ये क्लच नहीं यूज़ करता है। क्लच नहीं यूज़ करेगा तो भी ये गियर शिफ्टिंग हो जाएगा। शिफ्टिंग हो जाएगा। हाँ हाँ, पूरा एडवांस्ड है। ये बुलेट में नहीं मिल सकता है ना। ना ऐसे नहीं, बहुत लोग बोलते हैं 4 लाख तो दिया तो 1 ही लाख भी दे सकता है तो एक कार मंगवा सकता है, मगर बाइक का मस्ती तो अलग है। नहीं, ये 35 का एवरेज भी तो है इसमें। हाँ, अभी 35 मिल रहा है। कंपनी बोलता है 28 मिलेगा। कार में 15 से ज़्यादा एवरेज, 18 17 18 से ज़्यादा एवरेज नहीं मिलेगा। हाँ हाँ नहीं, बढ़िया है, बैलेंस बहुत बढ़िया है और अच्छा लगता है चलने में। सर, इतना लॉन्ग में आ रहा है, मुझे कोई दिक्कत नहीं है। मतलब एक दिन में 600 किलोमीटर में ट्रैवल किया तो मेरे को कोई दिक्कत नहीं। नहीं है, बैलेंस है। और मैं सुबह 7 बजे शुरू होके आपके पास बुलेट है? अच्छा, चलो ठीक है सर।
डॉक्टर ऑफ इंस्टा, डॉक्टर ऑफ इंस्टा, डॉक्टर ऑफ इंस्टा. അപ്പൊ ADC കണ്ട് രാഷ്ട്രപതിഭവൻ കറങ്ങിയിട്ട് വന്ന ചെറുക്കനാണ്. ഇതിപ്പോൾ ഡൽഹിയിലാണ്. ഇതെൻ്റെ കൂട്ടുകാരൻ. ഇത് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യണതാണ്. തിരുവനന്തപുരം കാണുന്നുണ്ട്. ഇതൊക്കെ ഇനി പോസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഇനി പോസ്റ്റ് ചെയ്യണോ? ഇതൊക്കെ പോസ്റ്റ് ചെയ്യല്ലേ? അടുത്ത വണ്ടിക്കാൻ പോകണ്ട. കൊണ്ടാടാൻ കൊണ്ടുപോകുന്നതായിരുന്നു. ഇഷ്ടംപോലെ ഇതൊക്കെ എടുക്കാൻ